നായർ സർവീസ് സൊസൈറ്റി എന്നാണ് വന്നിരിക്കുന്നത്. കേരള ചാപ്റ്ററിന്റെ ഭാരവാഹികളാണ്. എല്ലാ വർഷവും നമ്മളുടെ ഒരു പ്രധാന സത്സംഗം ഗുരുവായൂരിൽ വെച്ച് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ വർഷം ഈ വരുന്ന 24-ാം തീയതി ഞായറാഴ്ച ഗുരുവായൂരിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ അതിരാത്രം നടന്ന കോഴിക്കോട് അതിരാത്രത്തിന് നേതൃത്വം നൽകിയ ശ്രീ രാജേഷ് ജിയുടെ ആ വലിയ സംരംഭത്തിന് നേതൃത്വം നൽകിയ ശ്രീ വിവേക് ഷേണാജിക്ക് ഈ വർഷത്തെ വേദജ്യോതി പുരസ്കാരം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. 12,345 രൂപ അല്ലെ, 12,345 രൂപ അടങ്ങുന്ന ഒരു ഉപഹാരവും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റൊക്കെ അടങ്ങുന്ന ഒരു വേദജ്യോതി എന്ന് പറയുന്ന പുരസ്കാരം ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷമായി ചാവക്കാട് മമ്മിയൂർ എന്ന സ്ഥലത്ത് നമ്മൾ നിരന്തരമായി നടത്തിവരുന്ന എല്ലാ ബുധനാഴ്ചകളിലും നടത്തിവരുന്ന ആധ്യാത്മിക പഠനം ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാഷാണ് അതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വം നടന്നു വരുന്ന ആധ്യാത്മിക പഠനത്തിന് നിരവധി പഠനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ഏറ്റവും അവസാനം ശ്രീകൃഷ്ണ കർണാമൃതം സമാപിച്ചു. വീണ്ടും നമ്മൾ നാരായണീയ പഠനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സമാപനവും അതോടൊപ്പം സമാരംഭവും കുറിച്ചുകൊണ്ട് ഉള്ള ഒരു സത്സംഗമാണ് ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഗുരുവായൂര് പടിഞ്ഞാറേ നടയില് എന്താണ് പറഞ്ഞത് അഷ്ടപതി അനക്സിൽ വെച്ചിട്ട് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രസ്ത വാഗ്മിയും ആധ്യാത്മിക ആചാര്യനുമായ തിരുനിലങ്കോട് ജ്ഞാനാനന്ദ കുടീരമാശ്രമത്തിന്റെ മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി അവർകളാണ് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുവായൂര് ജ്യോതിദാസിന്റെ നേതൃത്വത്തിൽ പഞ്ചരത്ന അഷ്ടപതി, അതോടൊപ്പം ഗുരുവായൂർ നീരാഞ്ജനം ഭജൻസിന്റെ ഭജന, അതോടൊപ്പം ഞങ്ങളുടെ തന്നെ ട്രഷററായിട്ടുള്ള പ്രശസ്ത ഗായകനാണ് മോഹനകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഗാനാലാപനം തുടങ്ങിയ നിരവധി കലാപരിപാടികളും ഒപ്പം ഇന്ന് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുകയാണ്. SSLC +2 ഒക്കെ അതിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുക, അതോടൊപ്പം മറ്റ് കലാകാരന്മാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ വരുന്ന 24-ന് ഗുരുവായൂരിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കുക. അത് പ്രധാനമായും രാധാകൃഷ്ണൻ മാഷ്, അതുപോലെ തന്നെ സ്വാമിജി ഇരുനിലങ്കോട് ജ്ഞാനാനന്ദ കുടീരം മഠാധിപനായ നിഖിലാനന്ദ സരസ്വതി സ്വാമികള്, അതോടൊപ്പം ഈ വർഷത്തെ അവാർഡ് നൽകുന്നത്, വേദജ്യോതി പുരസ്കാരം നൽകുന്നത് കോഴിക്കോട് നിന്നുള്ള ശ്രീ വിവേക് ഷേണായി എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. വിവേക് ഷേണായി ആയിരുന്നു ഈ യാഗത്തിന്റെ, കോഴിക്കോട് നടന്ന യാഗത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ അവാർഡ് ഞങ്ങൾ നൽകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 24-ാം തീയതി നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ സെക്രട്ടറി മധു പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെ പരിപാടി നടത്താറുള്ളതാണ്. ഇപ്രാവശ്യം ഈ വേദജ്യോതി പുരസ്കാരം കോഴിക്കോടുള്ള ഈ വിവേക് ഷേണായിക്കാണ് നൽകുന്നത്. നിഖിലാനന്ദ സരസ്വതി സ്വാമികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ രാധാകൃഷ്ണൻ മാഷ് ഗുരുവായൂരിൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം ഒരു കവിയും എഴുത്തുകാരനും ചിന്തകനുമായിട്ടുള്ള സ്കൂൾ അധ്യാപകനായിരുന്നു, ശ്രീകൃഷ്ണ സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ നിരവധി വേദികളിൽ അദ്ദേഹം ആധ്യാത്മിക പ്രഭാഷണവും ക്ലാസ്സും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതോട് അനുബന്ധിച്ച് നമ്മൾ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു.